വിഘ്നേശ്വരനായ ഗണപതിയുടെ അവതാരമാണ് ആന. ആനയെ ഇഷ്ടപ്പെടാത്തവർ ആരുമില്ല. ആനയെ സന്തോഷത്തോടെ നോക്കുക, പരിപാലിക്കുക എന്നുള്ളതാണ് മലയാളികളുടെ ദൗത്യം തന്നെ പറയാം. കാരണം മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കടലും ആനയും എന്ന് പറഞ്ഞാൽ എത്ര നിന്നാൽ നോക്കിയാൽ മതി വരാത്താണ് കടലും ആനയും. അതുപോലെ ആനയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എല്ലാ വർഷവും ഗുരുവായൂർ ദേവസ്വം 34ാമത്തെ വർഷമാണ്. എല്ലാ വർഷവും ആനകൾക്ക് സുഖചികിത്സ മനുഷ്യർക്ക് കൊടുക്കുന്ന അതേ അവസരം, അതേപോലെ തന്നെ മനുഷ്യരെ പോലെ തന്നെ കർക്കിടക മാസത്തിൽ സുഖചികിത്സ കൊടുക്കുന്ന രീതിയാണ് ഗുരുവായൂരപ്പൻ്റെ. ഇപ്പോൾ 38 ആനകളുണ്ട്. ഈ 38 ആനകളിൽ ഇപ്പോൾ നീരിലല്ലാത്ത 26 ആനകൾക്കും മനോഹരമായ നല്ല ഭക്ഷണം കൊടുക്കുക, 2 നേരം കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് അതിന് വേണ്ട ടോണിക്കുകൾ കൊടുത്ത് ഒരു വർഷത്തെ ആരോഗ്യം നിലനിർത്താൻ ഒരു മാസം നീണ്ടു നിൽക്കുന്ന സുഖചികിത്സ ആണ് ഇവിടെ നടക്കുന്നത്. കാരണം ഇതൊരു ആവശ്യമാണ്. ഗുരുവായൂരപ്പൻ്റെ ആനകളെ ആണ് ആദ്യം എല്ലാവരും വളരെ ആരോഗ്യവാന്മാരിയ്ക്കുന്നതിന് കാരണം അതിൻ്റെ ശ്രദ്ധ. ഒരു 11 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കാരണം ഇത് ഒരു കൃത്യമായിട്ട് ദേവസ്വത്തിൻ്റെ ലാഭം നോക്കിയിട്ടല്ല ആനകളെ വളർത്തുന്നത്. കണ്ണൻ്റെ ആനകളെ വളരെ നല്ല രീതിയിൽ പരിരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവിടുത്തെ ദേവസ്വം ഭാരവാഹികളും ആനപ്പാപ്പന്മാരും ഉദ്യോഗസ്ഥരും വിദഗ്ധ സമിതി ഡോക്ടർമാരും എല്ലാവരും കൂടെ അടങ്ങുന്ന സംഘം ഇതിനെ കൃത്യമായിട്ട് പരിപാലിക്കുക, കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ആനയൂട്ട് ഒരു മാസം നീണ്ടു നിൽക്കുകയാണ്. ഇനി ഈ ആനയൂട്ടിന് തൊട്ട് മുന്നേ തന്നെ ആരോഗ്യം പരിശോധിക്കുകയും പരിരക്ഷ ഉറപ്പുവരുത്തി അതിനുശേഷം എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് പരിശോധിക്കുക. ലാബോറട്ടറി എല്ലാ ടെസ്റ്റുകളൊക്കെ നടത്തി ആനയുടെ തൂക്കം, ആനയുടെ ഈ ഭക്ഷണത്തിന് വേണ്ട കുറവുകൾ നികത്താനായിട്ടുള്ള ഒരു അവസരം വേണം. അപ്പോൾ ഒരു ടോപ്പപ്പ് എന്ന രീതിയിൽ, അതായത് ഒരു വർഷം ആനയ്ക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അതുകൂടെ തീർക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് സുഖചികിത്സയെ കാണുന്നത്. നമ്മളിപ്പോൾ ടോണിക്സ് കൊടുക്കുന്നുണ്ട്. അതായത് ലിവർ ടോണിക്സ് കൊടുക്കും, ന്യൂട്രിറ്റീവ്, പിന്നെ കാൽസ്യം പൗഡർ കൊടുക്കും, പിന്നെ നല്ല ചെറുപയർ, ചോറ്, അവിൽ, ഈന്തപ്പഴം, ഷാർക്കോഫറോൾ, അങ്ങനെ നമുക്ക് ആനയ്ക്ക് കൊടുക്കേണ്ട എല്ലാവിധ ടോണിക്കുകളും ഒരു ദിവസം ദിനം പ്രതിയായിട്ട് അതിന് കൊടുക്കും. പിന്നെ ചോറ് വേവിച്ച് തലേന്ന് പുലർച്ചെ തന്നെ പാപ്പാന്മാർ അത് വേവിച്ച് എടുത്ത് അത് ചൂടാറി കഴിഞ്ഞാൽ മരുന്നുകളൊക്കെ പുരട്ടി കുഴച്ച് ഉരുളയാക്കി കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു നന്നായി കുളിപ്പിക്കും. നല്ല ചകിരിക്കിട്ടുള്ള കുളിപ്പിക്കലും അതിൻ്റെ ഒരു ഭാഗമാണ്. ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു മാസത്തെ നീണ്ട കലാപരിപാടിയുമാണ് ഈ ഗുരുവായൂർ ആനക്കോട്ടയിലെ സുഖചികിത്സ എന്ന് പറയുന്നത്.